നമസ്കാരം സുഹൃത്തുക്കളെ, PSC മലയാളം GKയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എംഫിസിമ എന്ന രോഗം ബാധിക്കുന്ന ശരീര അവയവം ആണ് ശ്വാസകോശം. ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗം ആണ് എംഫിസിമ. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബെസന്റ് ആണ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. കൊങ്കൺ റെയിൽവേ പ്രവർത്തനം പൂർത്തിയാക്കിയ വർഷം ആണ് 1998. 1998 ആണ് കൊങ്കൺ റെയിൽവേ പ്രവർത്തനം പൂർത്തിയാക്കിയത്. റിട്ടുകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏതു രാജ്യത്തു നിന്നും ആണ്? ബ്രിട്ടനിൽ നിന്നും ആണ് റിട്ടുകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്. ആര്യസമാജം സ്ഥാപിക്കപ്പെട്ട വർഷം 1875. 1875 ആണ് ആര്യസമാജം സ്ഥാപിക്കപ്പെട്ടത്. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ആണ് ലിഥിയം. ലിഥിയം ആണ് ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം. മഗ്സസെ അവാർഡ് നേടിയ ആദ്യ മലയാളി ആണ് വർഗീസ് കുര്യൻ. വർഗീസ് കുര്യൻ ആണ് മഗ്സസെ അവാർഡ് നേടിയ ആദ്യ മലയാളി. കേരളത്തിലെ ആദ്യ ടൂറിസം ഗ്രാമം ആണ് കുമ്പളങ്ങി. കുമ്പളങ്ങി ആണ് കേരളത്തിലെ ആദ്യ ടൂറിസം ഗ്രാമം. ശകവർഷത്തിലെ ആദ്യത്തെ മാസം ആണ് ചൈത്രം. ശകവർഷ കലണ്ടറിലെ ആദ്യത്തെ മാസം ആണ് ചൈത്രം. പണ്ഡിതനായ കവി എന്നറിയപ്പെടുന്ന മലയാള കവി ആണ് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. ഉള്ളൂർ എസ് പരമേശ്വര അയ്യരെ ആണ് പണ്ഡിതനായ കവി എന്ന് അറിയപ്പെടുന്ന മലയാള കവി. രക്തബാങ്കിന്റെ ഉപജ്ഞാതാവ് ആണ് ചാൾസ് റിച്ചാർഡ്. ചാൾസ് റിച്ചാർഡ് ആണ് രക്തബാങ്കിന്റെ ഉപജ്ഞാതാവ്. ഇന്ത്യ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് ഗുപ്ത കാലഘട്ടം. ഇന്ത്യ ചരിത്രത്തിൽ സുവർണ കാലഘട്ടം ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗുപ്ത കാലഘട്ടം ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഡ്യൂറൻഡ് കപ്പ്. ഡ്യൂറൻഡ് കപ്പ് ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റ്. നെഹ്റു ട്രോഫി വള്ളം കളി നടക്കുന്നത് ഏതു മാസത്തിൽ ആണ്? ആഗസ്റ്റ്. ആഗസ്റ്റ് മാസത്തിൽ ആണ് സാധാരണയായി നെഹ്റു ട്രോഫി വള്ളം കളി നടക്കുന്നത്. ആറളം ഫാം സ്ഥിതി ചെയ്യുന്ന ജില്ല ആണ് കണ്ണൂർ. കണ്ണൂരിൽ ആണ് ആറളം ഫാം സ്ഥിതി ചെയ്യുന്നത്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലിനെ ആണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം ആണ് ആഗസ്റ്റ് 25. ആഗസ്റ്റ് 25 ആണ് ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആണ് ദീപക് സന്ധു. ദീപക് സന്ധു ആണ് ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായപരിധി ആണ് 65 വയസ്സ്. 65 വയസ്സ് ആണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായപരിധി. വിദ്യാപോഷിണി സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയത് ആര്? സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ ആണ് വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയത്. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമായ ഹിന്ദു സ്വരാജ് എഴുതപ്പെട്ട ഭാഷ ആണ് ഗുജറാത്തി. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമായ ഹിന്ദു സ്വരാജ് എഴുതപ്പെട്ട ഭാഷ ആണ് ഗുജറാത്തി. താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മഹാരാഷ്ട്ര.
മഹാരാഷ്ട്രയിൽ ആണ് താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ആയ ഐസോട്ടോപ്പ് ആണ് ട്രീഷ്യം. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ആയ ഐസോട്ടോപ്പ് ആണ് ട്രീഷ്യം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന്? 1950 ജനുവരി 26. 1950 ജനുവരി 26 ആണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആണ് നീൽസ് ബോർ. നീൽസ് ബോർ ആണ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത്. മനുഷ്യന്റെ പാൽപ്പല്ലുകളുടെ എണ്ണം ആണ് 20. മനുഷ്യന്റെ പാൽപ്പല്ലുകളുടെ എണ്ണം ആണ് 20. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ആണ് 1951. 1951 ആണ് ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം. ക്ഷയരോഗത്തിന് കാരണമായ രോഗാണു ആണ് ബാക്ടീരിയ. ബാക്ടീരിയ ആണ് ക്ഷയരോഗത്തിന് കാരണമായ രോഗാണു. ആത്മോപദേശ ശതകം എന്ന കൃതി ആരുടേതാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ആണ് ആത്മോപദേശ ശതകം. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ആണ് 1932. 1932 ആണ് നിവർത്തന പ്രക്ഷോഭം നടന്നത്. 2020 ഒളിമ്പിക്സിന്റെ വേദി ആണ് ജപ്പാൻ. ജപ്പാൻ ആണ് 2020 ഒളിമ്പിക്സിന്റെ വേദി. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? 1992 ജനുവരി 31. 1992 ജനുവരി 31 ആണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. എലിപ്പത്തായം എന്ന സിനിമയുടെ സംവിധായകൻ ആണ് അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണൻ ആണ് എലിപ്പത്തായം എന്ന സിനിമ സംവിധാനം ചെയ്തത്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം ആണ് ജനീവ. ജനീവ ആണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം. ജീവിക്കുന്ന സന്യാസി അഥവാ സിന്ധ് പീർ എന്ന് അറിയപ്പെടുന്ന മുഗൾ ചക്രവർത്തി ആണ് ഔറംഗസേബ്. ജീവിക്കുന്ന സന്യാസി അല്ലെങ്കിൽ സിന്ധ് പീർ എന്ന് അറിയപ്പെടുന്ന മുഗൾ ചക്രവർത്തി ആണ് ഔറംഗസേബ്. ഡൽഹി ഗാന്ധി എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആണ് സി കൃഷ്ണൻ നായർ. സി കൃഷ്ണൻ നായർ ആണ് ഡൽഹി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി. കഥകളിയിലെ അടിസ്ഥാന മുദ്രകളുടെ എണ്ണം ആണ് 24. 24 ആണ് കഥകളിയിലെ അടിസ്ഥാന മുദ്രകളുടെ എണ്ണം. ബൂവർ യുദ്ധം നടന്ന വർഷം ആണ് 1899. 1899 ആണ് ബൂവർ യുദ്ധം നടന്നത്. ആദ്യത്തെ വനിതാ ക്യാബിനറ്റ് മന്ത്രി ആണ് രാജ്കുമാരി അമൃത് കൗർ. ആദ്യത്തെ വനിതാ ക്യാബിനറ്റ് മന്ത്രി ആണ് രാജ്കുമാരി അമൃത് കൗർ. സോണിയ ഗാന്ധിയുടെ യഥാർത്ഥ നാമം ആണ് അന്റോണിയോ മൈനോ. അന്റോണിയോ മൈനോ എന്നാണ് സോണിയ ഗാന്ധിയുടെ യഥാർത്ഥ നാമം. നിതാന്ത ഹരിതാഭയുടെ നാട് എന്ന് അറിയപ്പെടുന്നത് നേറ്റാൾ. നേറ്റാളിനെ ആണ് നിതാന്ത ഹരിതാഭയുടെ നാട് എന്ന് അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിലെ അവസാന രാജാവ് ആണ് ശ്രീ ചിത്തിര തിരുനാൾ ബലരാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാൾ ബലരാമവർമ്മ ആണ് തിരുവിതാംകൂറിലെ അവസാന രാജാവ്. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം ആണ് മെറ്റ്സാറ്റ്. മെറ്റ്സാറ്റ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം. കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ് ആണ് കാർബൺ 14. കാർബൺ 14 ആണ്
കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ്. കേരള കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചുണ്ടേൽ. വയനാട്ടിലെ ചുണ്ടേലിൽ ആണ് കേരള കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ആണ് കക്കയം. കക്കയം ആണ് റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം. കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പുൽപ്പള്ളി. വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ ആണ് കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഫറോക്ക് പട്ടണം പണി കഴിപ്പിച്ചത് ആര്? ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ ആണ് ഫറോക്ക് പട്ടണം പണി കഴിപ്പിച്ചത്. കെ.ആർ. നാരായണൻ വിഷ്വൽ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? തെക്കുംതല. കോട്ടയം ജില്ലയിലെ തെക്കുംതലയിൽ ആണ് കെ.ആർ. നാരായണൻ വിഷ്വൽ ആർട്സ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിയിലെ അവസാന ദിവാൻ ആണ് സി.പി. കരുണാകര മേനോൻ. സി.പി. കരുണാകര മേനോൻ ആണ് കൊച്ചിയിലെ അവസാന ദിവാൻ. വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യരും എന്ന കൃതി രചിച്ചത് ആര്? വി.ടി. ഭട്ടതിരിപ്പാട്. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച കൃതി ആണ് വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യരും എന്ന കൃതി. ഓണത്തെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ച വർഷം ആണ് 1961. 1961 ആണ് ഓണത്തെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ച വർഷം. അൻഷി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കർണാടക. കർണാടകയിൽ ആണ് അൻഷി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള തലസ്ഥാന നഗരം ആണ് ദമാസ്കസ്. സിറിയയുടെ തലസ്ഥാനം ആയ ദമാസ്കസ് ആണ് ലോകത്തെ ഏറ്റവും പഴക്കമുള്ള തലസ്ഥാന നഗരം. എത്രാമത് സെൻസസ് ആണ് 2011 നടന്നത്? ഏഴാമത്. ഏഴാമത് സെൻസസ് ആണ് 2011 നടന്നത്. സ്കീയിങ്ങിൽ അന്താരാഷ്ട്ര മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആണ് അഞ്ചൽ താക്കൂർ. അഞ്ചൽ താക്കൂർ ആണ് സ്കീയിങ്ങിൽ അന്താരാഷ്ട്ര മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത. ക്രൈസ്തവ കാളിദാസൻ എന്ന് അറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിള. കട്ടക്കയം ചെറിയാൻ മാപ്പിളയെ ആണ് ക്രൈസ്തവ കാളിദാസൻ എന്ന് അറിയപ്പെടുന്നത്. 2018 നടന്ന ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിലെ ഫെയർ പ്ലേ അവാർഡ് നേടിയ രാജ്യം? സ്പെയിൻ. സ്പെയിൻ ആണ് 2018 നടന്ന ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ഫെയർ പ്ലേ അവാർഡ് നേടിയത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്ന്? 1995. 1995 ആണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. ചിത്രകോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിൽ ആണ് ചിത്രകോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പട്ന വിഹാർ പക്ഷി സങ്കേതം ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിൽ. ഉത്തർപ്രദേശിലെ ഇട്ട ജില്ലയിൽ ആണ് പട്ന വിഹാർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊള്ളുമ്പോൾ ഇന്ത്യയിലെ ചക്രവർത്തി ആരായിരുന്നു? അക്ബർ. അക്ബർ ആയിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊള്ളുമ്പോൾ ഇന്ത്യയിലെ ചക്രവർത്തി. കണികാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഐസക് ന്യൂട്ടൻ. ഐസക് ന്യൂട്ടൻ ആണ് കണികാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ഫ്യൂഡൽ വ്യവസ്ഥിതി നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആണ് ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ ആണ് ഫ്യൂഡൽ വ്യവസ്ഥിതി നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഗാന്ധി സിനിമയിൽ നെഹ്റുവിന്റെ വേഷമിട്ട നടൻ ആര്? റോഷൻ സേത്ത്. റോഷൻ സേത്ത് ആണ് ഗാന്ധി സിനിമയിൽ നെഹ്റുവിന്റെ വേഷമിട്ട നടൻ.
മഹാഭാരതത്തിന്റെ ആത്മാവ് എന്ന് അറിയപ്പെടുന്നത് എന്തിനെ? ഭഗവത്ഗീതയെ. ഭഗവത്ഗീതയെ ആണ് മഹാഭാരതത്തിന്റെ ആത്മാവ് എന്ന് അറിയപ്പെടുന്നത്. അന്താരാഷ്ട്ര ട്വന്റി ക്രിക്കറ്റ് മത്സരത്തിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത് ആര്? ഡേവിഡ് മില്ലർ. ഡേവിഡ് മില്ലർ ആണ് അന്താരാഷ്ട്ര ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത്. ലോക ആരോഗ്യ ദിനം എന്ന്? ഏപ്രിൽ 7. ഏപ്രിൽ 7 ആണ് ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത്. അർജുന നൃത്തം നിലവിലുള്ള കേരളത്തിലെ ജില്ല ആണ് കോട്ടയം. കോട്ടയം ആണ് അർജുന നൃത്തം നിലവിലുള്ള കേരളത്തിലെ ജില്ല.